അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്ക് എന്താണ് പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കുവാൻ മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുവാനുള്ള മാധ്യമത്തിൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, എല്ലാ മാധ്യമത്തിലും പ്രകാശം ഒരുപോലെയല്ല, ഒരേ വേഗത്തിലല്ല സഞ്ചരിക്കുന്നത്. അതിന് വ്യത്യാസമുണ്ട്. അതിന് കാരണക്കാരനാരാണ്? പ്രകാശിക സാന്ദ്രതയാണ്. ഓരോ മാധ്യമത്തിൻ്റെയും പ്രകാശിക സാന്ദ്രത. നമുക്ക് പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യാകാശമാണ്, വായു എന്ന് നമുക്ക് പറയാം. ശൂന്യാകാശം, അത് കഴിഞ്ഞ് നമ്മുടെ അന്തരീക്ഷം, അതിന് രണ്ടിനെയും കൂടി ചേർത്താണ് ഇവിടെ വായു എന്ന് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം, ജലം പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം, സ്ഫടികം അഥവാ ഗ്ലാസ് പറയാം. അത് കഴിഞ്ഞ് വജ്രം. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത് ശൂന്യാകാശത്ത് അല്ലെങ്കിൽ നമ്മുടെ വായുവിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജലത്തിൽ നമുക്കിവിടെ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് ഏതിൽ പറയാം, അത് കഴിഞ്ഞ് ഗ്ലാസ് സ്ഫടികം നമുക്ക് പറയാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് വജ്രം. ഏറ്റവും കുറച്ച് വേഗതയുള്ളത് വജ്രത്തിലാണ്. ഓക്കെ, ഇതാണ് പ്രകാശിക സാന്ദ്രത എന്ന കൺസെപ്റ്റ്. ഇനി വേഗതയുടെ കേസ് നമുക്ക് നോക്കാം. ഇതാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത. നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ്, ഏറ്റവും കൂടുതൽ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എവിടെയാണ്, വായുവിലാണ്. അത് കഴിഞ്ഞ് ജലം. ജലത്തിൽ എങ്ങനെയാണ് വേഗത? ജലത്തിൽ 2.25 × 10⁸. 2.25 × 10⁸. ഗ്ലാസ്സിലാണെങ്കിലോ ഒരു 0.25 കൂടെ കുറഞ്ഞു, 2ആയി. 2 × 10⁸. ഇനി വജ്രത്തിലാണെങ്കിലോ വായുവിലുള്ളതിൻ്റെ നേരെ പകുതി പോലുമില്ല, 1.25 1.25 അല്ലെങ്കിൽ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡാണ് വജ്രത്തിലെ വേഗത. ഇങ്ങനെ ഓരോ വസ്തുവിനും ഈ പറഞ്ഞ രീതിയിൽ എന്ത് മാറിക്കൊണ്ടിരിക്കും, പ്രകാശിക സാന്ദ്രത മാറും. സാന്ദ്രത മാറുമ്പോൾ വേഗതയും വ്യത്യാസം വരും. സാന്ദ്രത കൂടുമ്പോൾ വേഗത കുറയും. വജ്രത്തിൻ്റെ സാന്ദ്രത കൂടുതൽ, വേഗത വളരെ കുറവ്. സാന്ദ്രത കുറയുമ്പോൾ വേഗത കൂടും. ഇതാണ് പോയിൻ്റ്. ഓക്കെ.